Biotechnology Principles എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ടോപ്പ് 10 സീരീസിലേക്ക് എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ മിസ് പറയാതെ തന്നെ അറിയുന്നുണ്ടാകും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിക് എക്സാമിന് 8 മാർക്സ് വരെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അതിനേക്കാളും കൂടുതലുണ്ടാകും. അപ്പോൾ ഇനി ഒട്ടും സമയം കളയേണ്ട, ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് മിസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡി ആക്കി വെച്ചത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നെയിം ദ എൻസൈം യൂസ് ടു ജോയിൻ DNA ഫ്രാഗ്മെൻറ്റ്സ് ഇൻ റീകോമ്പിനന്റ് DNA ടെക്നോളജി. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു ഹോസ്റ്റിൽ നിന്ന് നമ്മളൊരു DNA ഐസൊലേറ്റ് ചെയ്യും, നമ്മുടെ ഡിസയർഡ് ഫ്രാഗ്മെൻറ്റ് അതിനെ നമുക്ക് നമ്മുടെ പ്ലാസ്മിഡായിട്ട് കൂട്ടിച്ചേർക്കണം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ലിഗേസ് എൻസൈം. നമ്മളിതിനെയാണ് എന്ത് പറയുന്നത്, ജെനറ്റിക് ഗ്ലൂ എന്ന് പറയാം. ഇനി PCR സ്റ്റാൻഡ്സ് ഫോർ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇതും ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. PCRൻ്റെ എക്സ്പാൻഷനും ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് PCR? അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന PCRൻ്റെ ഫംഗ്ഷനാണ്. എന്താണ്? ആംപ്ലിഫൈ ഡിസയർഡ് ഫ്രാഗ്മെൻറ്റ് ഓഫ് DNA. ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീനാണ്. ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ. നമ്മുടെ ജീനിൻ്റെ എന്ത് ചെയ്യുക, എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. കുറേ ആംപ്ലിഫൈഡ് കോപ്പീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നെയിം ദ 3 സ്റ്റെപ്സ് ഇൻ PCR. എപ്പോഴും ചോദിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഡയഗ്രാം നമുക്ക് തരാറുണ്ട്. അപ്പോൾ PCRൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഡീനാച്ചുറേഷൻ ആണ്. ആൻഡ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അനീലിംഗ് ആണ്, അനീലിംഗ്. ആൻഡ് മൂന്നാമത്തെ സ്റ്റെപ്പാണ് എക്സ്റ്റെൻഷൻ. ഇങ്ങനെ 3 സ്റ്റെപ്സ് ആയിട്ടാണ് നമ്മളുടെ PCR നടക്കുന്നത്. ഇനി നെയിം ദ DNA പോളിമറൈസ് എൻസൈം ആൻഡ് വിച്ച് ഇസ് ദ ബാക്ടീരിയ. അതായത് നമ്മൾ ഈ ഒരു PCR നമ്മൾ നല്ല ടെമ്പറേച്ചറൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ സാധാരണ എൻസൈംസ് ഡീനാച്ചുറേഡ് ആകും. പക്ഷേ ഇവിടെ PCRൽ നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം എന്ന് പറയുന്നത് സ്റ്റാക്ക് പോളിമറൈസ്. അപ്പോൾ ടാക്ക് പോളിമറൈസ് ആരിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നതും അതൊരു ക്വസ്റ്റനാണ്. അപ്പോൾ ടാക്ക് പോളിമറൈസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന ബാക്ടീരിയമാണ് ഇവിടെ തന്നെയുണ്ട്, തെർമസ് അക്വാട്ടിക്കസ്. ഓക്കെ, തെർമസ് അക്വാട്ടിക്കസ്. തെർമസ് അക്വാട്ടിക്കസ് ആണ് നമ്മളുടെ ആ ഒരു ബാക്ടീരിയ. ഓക്കെ, അപ്പോൾ തെർമസ് അക്വാട്ടിക്കസിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ആ ഒരു എൻസൈമിനെ ഐസൊലേറ്റ് ചെയ്യുന്നത്. ഇനി റെസ്ട്രിക്ഷൻ എൻസൈംസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ബയോടെക്നോളജി. നമുക്കറിയാം റെസ്ട്രിക്ഷൻ എൻസൈംസ് നമ്മൾ ഒത്തിരി യൂസ് ചെയ്യാറുണ്ടല്ലേ നമ്മുടെ ബയോടെക്നോളജിയിൽ. നെയിം 2 കൈൻഡ്സ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. 2 ടൈപ്പ് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സോന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ എൻഡോന്യൂക്ലിയസ് ഉണ്ട്. എൻഡോന്യൂക്ലിയസ് ഇത് എന്താണെന്നൊന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല. വാട്ട് ആർ ദ 2 കൈൻഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എക്സോന്യൂക്ലിയസും മറ്റേത് എൻഡോന്യൂക്ലിയസ് ആണ്. ഇനി എക്സ്പ്ലെയിൻ ദ നെയിമിംഗ് പ്രൊസീജിയർ ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം. റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ നെയിമിംഗ് പ്രൊസീജിയർ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ടേം ഏതാണ്, നമ്മുടെ ഇ. അപ്പോൾ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീനസ് നെയിമാണ്. ജീനസ് നെയിം ഓഫ് ബാക്ടീരിയ ഫ്രം വിച്ച് ദ എൻസൈം ഐസൊലേറ്റഡ്. അപ്പോൾ ഇവിടുത്തെ ജീനസ് നെയിം എന്താണ്, നമ്മുടെ എസ്റ്റിരീഷ്യ. ബാക്ടീരിയയുടെ ജീനസ് നെയിമാണ് എസ്റ്റിരീഷ്യ. ദെൻ ഈ അടുത്ത 2 ടേംസ്, നെക്സ്റ്റ് 2 ടേംസ് എന്താണ്, സ്പീഷീസ് നെയിം. നെക്സ്റ്റ് 2 ടേംസ് സ്പീഷീസ് നെയിമാണ്, അതായത് കോലായി, എസ്റ്റിരീഷ്യ കോലായി എന്നുള്ളതിൻ്റെ അതാണ് അടുത്ത 2 വാക്കുകൾ. അപ്പോൾ ഇത് ഫസ്റ്റ് ടേം ജീനസ് നെയിം, സെക്കൻഡ് 2 ടേംസ് ഫ്രം ദി സ്പീഷീസ് നെയിമാണ്. ആൻഡ് അടുത്തത് എന്താണ്, അടുത്ത ലെറ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയ ആണ്. സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയ. ആൻഡ് ഇവിടുത്തെ നമ്മളുടെ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്, ബാക്ടീരിയൽ സ്ട്രെയിൻ ആണ്, RY13. അതാണ് നമ്മളുടെ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് റോമൻ ലെറ്റർ സൂചിപ്പിക്കുന്നത് ദ ഓർഡർ ഇൻ വിച്ച് ഇറ്റ് ഇസ് ഐസൊലേറ്റഡ് ഫ്രം ദ സ്ട്രെയിൻ. ഈ RY13 എന്ന് പറയുന്ന സ്ട്രെയിനിൽ ഇത് എത്രാമത്തെയാണ് ഈ എൻസൈം, ദി ഓർഡർ ഇൻ വിച്ച് the enzyme isolated from that strain. ആ ഒരു സ്ട്രെയിനിൽ നിന്ന് ഇത് എത്രാമത്തെയാണ് ഈ ഒരു എൻസൈം എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. PCR ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ അത്രയും നോക്കി നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ദ ഗിവൺ ഡയഗ്രാം ഡെപ്പിക്സ് ദ സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ്. അപ്പോൾ DNA ഫ്രാഗ്മെൻറ്റ്സിൻ്റെ സെപ്പറേഷൻ ആണ് തന്നിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദ ടെക്നിക്ക്. ഏതാണ് ഈ ടെക്നിക്ക്? നമുക്കറിയാം അല്ലേ, നമ്മുടെ ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. ജെൽ ഇലക്ട്രോഫോറസിസ്. ഇവിടെ ഇത് ഏത് ജെല്ലാണ് യൂസ് ചെയ്തതെന്ന് വരെ ചോദിക്കാറുണ്ട് കേട്ടോ. ഏത് ജെല്ലാണ്? എഗാരോസ് ജെല്ലാണ് ഉപയോഗിക്കുന്നത്. ഹൗ ക്യാൻ യു വിഷ്വലൈസ് ദ സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെൻറ്റ്സ്? അപ്പം നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് ഉപയോഗിക്കുന്നത് നമ്മൾ DNA ഫ്രാഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് DNA ഫ്രാഗ്മെൻറ്റ്സ് പൊതുവേ നമുക്ക് നേക്കഡ് ആയിക്കൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുക? അപ്പോൾ ഇവരെ കാണാൻ വേണ്ടിയിട്ട് എന്താ മക്കളെ ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യുന്നു? എത്തിഡിയം ബ്രോമൈഡ് വെച്ചിട്ട് നമ്മൾ
ട്രീറ്റ് ചെയ്യും, അതൊരു ഡൈ ആണ്, അതിനുശേഷം UV ലൈറ്റിൽ എക്സ്പോസ് ചെയ്യും. ഓക്കെ, ട്രീറ്റിംഗ് വിത്ത് എത്തിഡിയം bromide, then followed by UV light exposure, followed by UV light exposure. UV ലൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പോസ് ചെയ്യുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ആയിട്ടുള്ള ബാൻഡ്സ് കാണാൻ പറ്റും. ഇനി വാട്ട് ഈസ് ഇല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്പറേഷൻ അല്ല, ആക്ച്വലി നമ്മൾ ആ എക്സ്ട്രാക്ഷനാണ്. നമ്മളിപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇതാണ് വേണ്ടതെന്ന് കരുതാം, എനിക്ക് ആ വേണ്ട ഫ്രാഗ്മെൻറ്റിനെ ജെല്ലിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നു. കട്ടിങ് ഔട്ട് ഓഫ് gel piece with a desired fragment. നമുക്ക് വേണ്ട സാധനത്തിൻ്റെ ജെൽ പീസോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം കട്ട് ചെയ്തെടുക്കുന്നു, അതിൽ നിന്ന് DNA എക്സ്ട്രാക്ട് ചെയ്യുന്നു. എക്സ്ട്രാക്ടിങ് DNA, അതിൽ നിന്ന് DNA നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയണേ, ഇല്യൂഷൻ എന്ന് പറയാം. ഇനി വാട്ട് ആർ പാലിൻഡ്രോമിക് DNA സീക്വൻസസ്? അപ്പോൾ പാലിൻഡ്രോംസ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളം, ജലജ, കത്രിക, സമൂസ അതൊക്കെ ആലോചിച്ചാൽ മതി. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് 6 ന്യൂക്ലിയോടൈഡ്, 6 ന്യൂക്ലിയോടൈഡിൻ്റെ ഒരു സീക്വൻസ് ആണ്. അപ്പോൾ 6 ന്യൂക്ലിയോടൈഡുള്ള എല്ലാ സീക്വൻസിനെയും നമ്മൾ പാലിൻഡ്രോംസ് എന്ന് വിളിക്കുമോ? ഇല്ല. ഇതിൻ്റെ പ്രത്യേകത എന്താണ്, which will read same on both the strands. രണ്ട് സ്ട്രാൻഡിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം, സെയിം ആയിട്ട് വായിക്കാം. when reading frame is the same, reading frame kept same. അതായത് നമുക്കിത് വായിക്കണമെങ്കിൽ ഒരു പ്രത്യേക ഡയറക്ഷൻ ഉണ്ട് അല്ലേ, 5' 3'. അപ്പോൾ രണ്ട് സ്ട്രാൻഡിനെയും നമ്മളിപ്പോൾ 5' to 3' ആണ് വായിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപോലെ വായിക്കാൻ പറ്റും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ചെയ്താൽ അപ്പോൾ GAATTC. അപ്പം ഇതാണ് 5' to 3' എന്ന് കരുതാം. 5' to 3' ഇത് വായിക്കുന്നത് GAATTC ആണെങ്കിൽ ഇവിടെയും എന്താണ്, ഇതിൻ്റെ കോംപ്ലിമെൻ്ററി നോക്കിക്കേ, GAATTC 5' to 3' സെയിം ആയിരിക്കും. ഓക്കെ, അപ്പം റൈറ്റ് വൺ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ഇനി ഒബ്സർവ് ദ ഡയഗ്രാം. ഇത് ഏതാണ്, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്ലോണിങ് വെക്ടറാണ്. ദാറ്റ് ഇസ് PBR322. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് 3 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എ ക്ലോണിങ് വെക്ടർ. അപ്പോൾ ഒരു ക്ലോണിങ് വെക്ടറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പറയാൻ പറ്റും, ഒന്ന് ഒറൈസൈറ്റ് അല്ലെ, ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് എന്താണ്, ക്ലോണിങ് സൈറ്റ് അല്ലെങ്കിൽ റെക്കഗ്നീഷൻ സൈറ്റുകൾ ഉണ്ടായിരിക്കണം, നമ്മുടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈറ്റുകൾ ഉണ്ടാവണം. ആൻഡ് അടുത്തതായിട്ട് സെലക്ടബിൾ മാർക്കേഴ്സ്. അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ ഫോറിൻ DNA കൂടി ചേർന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല, അത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് സെലക്ടബിൾ മാർക്കേഴ്സ്. ട്രാൻസ്ഫോമൻസിനെ നോൺ ട്രാൻസ്ഫോമൻസിൽ നിന്ന് തിരിച്ചറിയാനും അതിൽ ട്രാൻസ്ഫോമൻസിനെ മാത്രം സെലക്ട് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സെലക്ടബിൾ മാർക്കേഴ്സ്. അത് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ആംപിസിലിൻ റെസിസ്റ്റൻസും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസും ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ റീകോമിനൻറ്റ് DNA ടെക്നോളജി ആർ ഗിവൻ ബിലോ. നമ്മളോടത് കറക്റ്റ് ഓർഡർ ആക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ DNA ഐസൊലേറ്റ് ചെയ്യണം, ഐസൊലേഷൻ ഓഫ് DNA. അപ്പോൾ നമ്മളൊരു സെല്ലിൽ നിന്നാണ് DNA ഐസൊലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സെല്ലിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ബാക്ടീരിയ ആണെങ്കിൽ ലൈസോസൈം എൻസൈം ഉപയോഗിക്കും, നമ്മുടെ പ്ലാന്റ് ആണെങ്കിൽ സെല്ലുലൈസ് ഉപയോഗിക്കും, അതേപോലെ തന്നെ അങ്ങനെ ഓരോ എൻസൈംസ്. അപ്പോൾ ഫംഗസ് ആണെങ്കിൽ കൈറ്റിനേസ് ഉപയോഗിക്കും. അങ്ങനെ നമ്മൾ ഓരോരോ സെൽ വാളൊക്കെ ബ്രേക്ക് ചെയ്ത് നമ്മൾ RNAന്നും പ്രോട്ടീനും സെപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി പ്രോട്ടീസും RNAസും ഒക്കെ ഉപയോഗിച്ച് ചിൽഡ് എത്തനോളൊക്കെ ആഡ് ചെയ്ത് നമ്മൾ DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഫ്രാഗ്മെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം ആഡ് ചെയ്യും. അപ്പോൾ കുറേ ഫ്രാഗ്മെൻറ്റ്സ് ആവും. അവരെ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് ഡിസയേർഡ് ഫ്രാഗ്മെൻറ്റ് കിട്ടണം. ഡിസയേർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ജെൽ ഇലക്ട്രോഫോറസിസിലൂടെ റൺ ചെയ്യണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇതിലൂടെ റൺ ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യണേ, നമുക്ക് വേണമെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ക്ലോണിങ് വെക്ടറുമായിട്ട് കൂട്ടിച്ചേർക്കണം. അങ്ങനെ ക്ലോണിങ് വെക്ടറായിട്ട് കൂട്ടിച്ചേർത്തതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഹോസ്റ്റുമായിട്ട് ലിങ്ക് ചെയ്യണം. ഹോസ്റ്റ് എവിടെ, ഫ്രാഗ്മെൻറ്റേഷൻ, കൾച്ചറിങ് ഓഫ് ഹോസ്റ്റ് സെൽ,
ഐസൊലേഷൻ, ട്രാൻസ്ഫറിങ് ഓഫ് DNA ഇൻ ടു ദ ഹോസ്റ്റ്. അപ്പോൾ പ്ലാസ്മിഡ് ആയിട്ടല്ലേ വെക്ടറുമായിട്ട് കൂട്ടിച്ചേർത്ത സാധനത്തിന് ഹോസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ബയോ റിയാക്ടറിൽ മറ്റോ നമ്മൾ എന്ത് ചെയ്യും, ലാർജ് സ്കെയിലിൽ റോ മെറ്റീരിയൽസ് ഒക്കെ ഇട്ട് കൊടുത്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് സീക്വൻസ്. അപ്പോൾ ഈ ഒരു സാധനം അറിഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇനി ഇവിടെ നമ്മൾ ഡിസയേർഡ് ഫ്രാഗ്മെൻറ്റ് എടുത്തതിന് ശേഷം നമുക്ക് PCR റൺ ചെയ്യാം. അപ്പോൾ കുറേ ഫ്രാഗ്മെൻറ്റ്സ്, ആ സെയിം സാധനത്തിൻ്റെ കുറേ കോപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഹൗ ക്യാൻ വി മേക്ക് എ ഹോസ്റ്റ് സെൽ കോമ്പീറ്റൻറ്റ്? കോമ്പീറ്റൻ്റ് ആക്കാമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ DNA നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ സെൽ മെമ്പറിലൂടെ ഇതിന് കടന്നു പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിനെങ്ങനെങ്കിലും കടത്തി വിടണം. അപ്പോൾ അതിലൊന്ന് മെത്തേഡ് എന്താണ്? ട്രീറ്റിംഗ് വിത്ത് ഡൈവാലൻ്റ് കാറ്റയോൺ, കാൽഷ്യം പോലത്തെ ഡൈവാലൻ്റ് കാറ്റയോണിൻ്റെ കൂടെ ട്രീറ്റ് ചെയ്യുക. കാൽഷ്യം 2+ ആണ് പൊതുവെ ഉപയോഗിക്കുക. ഫോളോഡ് ബൈ ഹീറ്റ് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. സാധാരണ നമ്മുടെ ബാക്ടീരിയയുടെ ഒക്കെ കേസിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഡൈവാലൻ്റ് കാറ്റയോണായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ സെല്ലിൻ്റെ പെർമിബിലിറ്റി കൂടും. പിന്നെ ഹീറ്റ് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൂടുമ്പോൾ അത് കുറച്ചുകൂടി സെല്ലിന് ഈസി ആയിട്ട് DNA ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. ഇത് ബാക്ടീരിയയുടെ കേസിലാണ്. ഇനി പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ ബയോളിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗൺ മെത്തേഡാണ്. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ DNA ഡിസൈഡ് ഫ്രാഗ്മെൻറ്റ് DNA ഗോൾഡ് അല്ലെങ്കിൽ ടങ്സ്റ്റൻ്റെ മൈക്രോ പാർട്ടിക്കിൾസിൻ്റെ മുകളിൽ കോട്ട് ചെയ്യുന്നു. ഹൈ വെലോസിറ്റിയിൽ പ്ലാന്റ് സെല്ലിലേക്ക് ബൊമ്പാർഡ് ചെയ്യുന്നു. അങ്ങനെ പ്ലാന്റ് സെല്ലിനുള്ളിലേക്ക് കടത്തിവിടും. ഇനി ആനിമൽസിലാണെങ്കിൽ മൈക്രോ ഇഞ്ചെക്ഷനാണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ഹോസ്റ്റ് DNA അല്ലെങ്കിൽ DNA ഹോസ്റ്റിനുള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 മെത്തേഡ്സാണ് നമ്മൾ എന്ത് ചെയ്യുക, സെല്ലിനെ കോമ്പീറ്റൻ്റ് ആക്കാൻ. പിന്നെ നമ്മൾ ഡിസാംഡ് പാത്തോജൻസിന് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ TI പ്ലാസ്മിഡ് ഡിസാംഡ് ആണ്, അത് പ്ലാന്റ്സിൽ. അനിമൽസിലാണെങ്കിൽ റിട്രോ വൈറസസിന് ഉപയോഗിക്കാറുണ്ട്. ദെൻ മാച്ച്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നല്ലപോലെ അറിയുമായിരുന്നെങ്കിൽ ക്ലോണിംഗ് വെക്ടർ നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാം. PBR 322 ക്ലോണിംഗ് വെക്ടറാണ്. സെപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. PCR എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈമാണ് ടാക് പോളിമറേസ്. അപ്പം കൺവേർട്ട് റോ മെറ്റീരിയൽസ് ഇൻറ്റു സ്പെസിഫിക് പ്രോഡക്റ്റ്. റോ മെറ്റീരിയൽസിനെ പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബയോ റിയാക്ടർ. ഹിൻഡ് 2 ഇവിടെ പിന്നെ നമുക്ക് മാച്ച് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരെയും കറക്റ്റായിട്ട് മാച്ച് ചെയ്താൽ 2 മാർക്സ് കിട്ടും. ദെൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ദ ആക്ടിവിറ്റി ഓഫ് എൻഡോന്യൂക്ലിയസ് ഫ്രം എക്സോന്യൂക്ലിയസ്. ഇവരെ രണ്ടുപേരും എന്ത് ചെയ്യുക, ഡിസ്റ്റിങ്വിഷ് ചെയ്യുക. അപ്പം എൻഡോന്യൂക്ലിയസ്, എൻഡർ ഉള്ളിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ എൻഡർ എന്ന് പറയാം അല്ലേ. സോ എന്താണ്, മേക്ക് കട്ട് അറ്റ് ദി സ്പെസിഫിക് സൈറ്റ് ഇൻസൈഡ് ദി DNA ഉള്ളിൽ സ്പെസിഫിക് സൈറ്റിൽ, ഇപ്പോൾ ഇതാണ് നമ്മളുടെ DNA എങ്കിൽ സ്പെസിഫിക് സൈറ്റിൽ എന്ത് ചെയ്യും, കട്ടുണ്ടാക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എൻഡോന്യൂക്ലിയസ് എന്ന് പറയാം. എക്സോന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ മേക്ക് കട്ട് അറ്റ് ദി എൻഡ്സ് ഓഫ് DNA. എൻഡ് ഭാഗത്തിൽ എന്ത് ചെയ്യും, കട്ടുണ്ടാക്കും. അതാണ് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, പുറത്തേക്ക് പോവുക അല്ലേ, പുറത്തേക്ക്. അപ്പോൾ ഇത് പുറമേ ആണ് എന്ത് ചെയ്യുന്നത്, കട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ എൻഡ് ഭാഗത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സോന്യൂക്ലിയസ് ഉപയോഗിക്കുക. എൻഡോന്യൂക്ലിയസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഉള്ളിൽ സ്പെസിഫിക് സൈറ്റിൽ. അപ്പോൾ നമ്മൾ പൊതുവേ റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയിൽ ആരെയാണ് ഉപയോഗിക്കുക, എൻഡോന്യൂക്ലിയസ് ആണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മുടെ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ഫ്രം ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് കഴിഞ്ഞു. ഇനി എൻ്റെ മക്കൾക്ക് കമൻറ്റ് ചെയ്യാൻ മിസ് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ അതും അറിയിക്കുക. അതേപോലെ തന്നെ ലൈവ് മറക്കാതിരിക്കുക. നമ്മളുടെ എക്സാമിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം ഏറ്റവും ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളാണ്. ഈവൻ ഈ വീഡിയോസ് പോലും നമ്മുടെ ടോപ്പ് 10 സീരീസ് പോലും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ നമ്മുടെ ഈവനിങ്ങിൽ നടക്കുന്ന ലൈവുകൾ എൻ്റെ മക്കൾ ആരും മിസ് ചെയ്യരുത്. നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് ഇത് ഓരോന്നും ഓരോ റിവിഷൻ ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലൈവിന് കറക്റ്റ് സമയത്ത് വരിക, ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് വരിക. ആൻഡ് കമൻറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റൻ ഇതാണ്, ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം ഐസൊലേറ്റഡ്. ഏത് എൻസൈമാണ് ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളത്? കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ആൻഡ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.